ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ ചൂടായിട്ട് അതിൽ കുറച്ച് കശുവണ്ടിയും കുറച്ച് മുന്തിരിയും പൊരിച്ചെടുക്കണം. ഇനി ഈ ഓയിലിൽ തന്നെയാണ് ബിസ്ത ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി 3 സവാള നീളത്തിൽ അരിഞ്ഞതാണ്. അത് പൊരിച്ചു കോരണം. ഒട്ടും കരിഞ്ഞു പോകരുത്, കാരണം ഇതിൻ്റെ കുറച്ച് ഭാഗം ബിരിയാണി ദമ്മിടുമ്പോൾ ബാക്കി ഫുള്ള് ചിക്കൻ മസാലയിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ തന്നെ ഒന്ന് കോരിയെടുക്കുക. ബാക്കി അവിടെ ഇരുന്ന് മൊരിഞ്ഞോളൂ. ഇനി ഈ ഓയിലിൽ തന്നെ ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു 10 പച്ചമുളക്, ഒരു 12 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് സവാള ആഡ് ചെയ്യാം. ഇതൊരു 3 മീഡിയം സൈസ് സവാളയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. ഇതിൽ ഞാൻ വേറെ ബിരിയാണി മസാല ഒന്നും ആഡ് ചെയ്യണില്ല. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കശുവണ്ടി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു 10 കശുവണ്ടി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വെള്ളത്തിന് പകരം കുറച്ച് ചൂട് പാലായാലും ഉപയോഗിക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് 1 കിലോ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തതാണ്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ബിസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഞാൻ ദമ്മിടുമ്പോഴത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫുള്ള് ചിക്കൻ മസാലയിലേക്ക് ആഡ് ചെയ്യാം. ഈ ബിസ്ത ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ലെമണിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ 1 ടീസ്പൂൺ പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, എരിവിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് പുതിനയും മല്ലിച്ചീരയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പോരാത്ത ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കൻ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ലോ ടു മീഡിയം ഫ്ലെയിം ആക്കണം. ഇനി ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കുക. അതിനുവേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 കരയാമ്പൂ, 2 ഏലക്ക, 2 കറുകപ്പട്ട ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 5 കപ്പ് ബസ്മതി റൈസ് ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വെച്ചതാണ്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അരിയിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒരു വിട്ടുവിട്ടിക്കണ പരുവുമ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള കണക്കിലാണ് വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 7.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ബേ ലീവും കൂടി ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
ഇപ്പം ഇതിൽ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് അടച്ചു വെക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ശരിക്കും വറ്റി റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല വിട്ട് വിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ വെന്തോ നോക്കാം. ചിക്കനും ഉപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്രേവി വറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ ബിരിയാണിക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബിരിയാണിക്കുള്ള ചിക്കൻ മസാലയും റെഡി ആയിട്ടുണ്ട്. അതേപോലെ റൈസും റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ദമ്മിടാം. മറ്റൊരു വലിയ പാത്രത്തിലേക്കാണ് ഞാൻ ദമ്മിടാൻ പോണത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മസാല നിരത്താം. ഇനി മസാലയുടെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കുക. റൈസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബിരിയാണിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി 1/4 കപ്പ് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2-3 പിഞ്ച് ഗരം മസാലയും കൂടി ഒന്ന് തൂവി കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് പുതിന മല്ലിച്ചീരയൊക്കെ ഒന്ന് വിതറി കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് പൊരിച്ചു വെച്ച സവാള, കശുവണ്ടി, മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇനി ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ബിരിയാണി ഒന്ന് ശരിക്കും ചൂടായതിന് ശേഷം ഒരു 20 മിനിറ്റ്സും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. ഇപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.